സീതത്തോട് അതേപോലെ ഡാനി ഡേയ്സ് എന്നൊക്കെ പറഞ്ഞ ചാനലിനകത്ത് വരുന്ന ഒരു കമന്റ് ഇടുന്ന ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു വ്യക്തി. അപ്പൊ ഈ വ്യക്തിയുടെ പേരെന്ന് പറഞ്ഞാൽ റാണി പി സദാശിവം എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നാണ് ഈ പറഞ്ഞ മെസ്സേജുകൾ, അതായത് ഈ കമന്റുകളും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ഇങ്ങനെ അതായത് അവരുടെ ആയിട്ട് ഒരു ബന്ധമില്ലാത്ത രീതിക്കുള്ള കമന്റുകളും ഇപ്പൊ അവരുടെ കുടുംബത്തിനകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ ഏതാണ്ട് ഇവർക്ക് അറിയാന്നുള്ള രീതിക്കാണ് ഇവർ പോയിട്ട് കമന്റ് ഇടുക. അപ്പൊ ഇങ്ങനെയൊക്കെ കമന്റ് ചെയ്യുന്ന ഒരാളെ പറ്റിയിട്ട് നമ്മളപ്പോ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായി. അപ്പൊ ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ അതൊന്ന് കണ്ടുപോകാൻ ശ്രമിക്കട്ടെ. അപ്പൊ ആ ഒരു വീഡിയോനകത്ത് ഇപ്പൊ ദീപ്തി ടീച്ചർ എന്ന് പറയുന്ന അവരാണെങ്കിലും ഇവരുടെ പേരും അതേപോലെ തന്നെ ഇവരുടെ ഫോട്ടോയും ഇവരുടെ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് കാണിച്ചത്. ഇവരുടെ ഫേസ് അങ്ങ് റിവീൽ ചെയ്ത്. ഇപ്പൊ ഈ കമന്റ് ഇടുന്നവർക്ക് ഒരു സാധനമുണ്ട്, ഇവരുടെ ഫേസ് ആരും കാണില്ലല്ലോ, അതുകൊണ്ട് എനിക്ക് എന്തും പറയാരെ എന്നൊക്കെ ഒരു വിശ്വാസം ഉണ്ടാവും ഈ കമന്റ് ഇടുന്നവർക്ക്, ഫേക്ക് ഐ ഡിന്ന് മെയിൻ ആയിട്ട് കമന്റ് ഇടുന്നവർക്ക്. അപ്പൊ അങ്ങനെയുള്ളവരുടെ അവരുടെ ആ ഫേസ് അങ്ങ് പൊളിച്ചു കൊടുത്ത്, കാര്യം അവരുടെ ഫേസ് അങ്ങ് എല്ലാരെയും കാണിച്ച് ഇവരാണ് വന്ന് കമന്റ് ഇടുന്നതെന്ന് എല്ലാരെയും അങ്ങോട്ട് കാണിച്ചു കൊടുത്തപ്പോഴത്തേക്ക് ഇവർക്ക് അങ്ങോട്ട് ഭയങ്കര അങ്ങ് ഹെർട്ടായി തോന്നുന്നു. അപ്പൊ അതിനെ പറ്റിയിട്ട് റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ഇട്ടേക്കണം. ഭൂരിഭാഗം പേരുടെ അടിയിൽ ഇവർ വന്നിട്ട് നല്ല കമന്റുകളായിരുന്നു ഇവരുടെ തന്നെ, ഈ റാണി പി സദാശിവം എന്ന് പറഞ്ഞാൽ അവരുടെ. അപ്പൊ ഞാനിപ്പോ ഇന്നലെ ഇട്ട ആ ഒരു വീഡിയോന്റെ അടിയിലും ഇവരുടെ ഒരു കമന്റ് കാണാനായിട്ട് ഇടേ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ആ കമന്റ് ഒന്ന് നോക്കാം, എന്താണ് റാണി ചേച്ചിക്ക് പറയാനുള്ളതെന്ന് ആ കമന്റിനൊന്ന് നമുക്ക് വായിച്ചു നോക്കാം. അപ്പൊ ആദ്യം തന്നെ, ദീപ്തി വിട്ട വീഡിയോ അല്ലാതെ എന്നെ കുറിച്ച് എന്തെങ്കിലും താങ്കൾക്ക് അറിയാമോ? ദീപ്തി പറയുന്ന കാര്യങ്ങൾ അല്ലാതെ മറ്റെന്തെങ്കിലും താങ്കൾക്ക് അറിയാമോ? നിങ്ങളും കൂടി വരണം കോടതി വരെ, നിന്റെ പേരിലും ഉണ്ട് ഇനി പണി. അപ്പൊ എന്റെ പേരിലും എന്തോ പണിയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് പുള്ളിക്കാരി ആ ഒരു കമന്റ് ഇട്ടേക്കണത്. അപ്പൊ ഈ പണി, എന്ത് പണി എന്റെ പേരിൽ നിങ്ങൾ ഇടൂ എന്നാണ് നിങ്ങൾ പറയുന്നത്. അതായത് ചുരുക്കം പറഞ്ഞാൽ എന്റെ പേരിൽ അവരെന്തോ കേസ് കൊടുക്കും എന്നൊക്കെ ഉള്ള രീതിയാണ് അവർ പറയുന്നത്. അപ്പൊ നിങ്ങൾ എന്തെന്നും പറഞ്ഞാണ് നിങ്ങൾ കേസ് കൊടുക്കാൻ പോണത്? അപ്പൊ നിങ്ങൾ ചിലപ്പോൾ കേസ് ഇങ്ങനെ ആയിരിക്കട്ടെ, ഞാൻ അതായത് ഒരാളുടെ ഒരു മര്യാദക്ക് വീഡിയോ ചെയ്തിട്ട് പോകുന്ന ഒരാളെ പറ്റിയിട്ട് ഞാൻ വായ തോന്നിയത് അയാൾക്ക് അവിഹിതമാണ് അത് ഇതെന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഒരു കമന്റ് ഇട്ടു, ആ കമന്റിന് ഇവർ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടു എന്ന് പറഞ്ഞിട്ടാണ് നിങ്ങൾ എനിക്കെതിരെ കേസ് കൊടുക്കാൻ പോണത്? അല്ലെങ്കിൽ അറിയാത്തോണ്ട് ചോദിക്കണേ. അപ്പൊ റാണി ചേച്ചി എനിക്കതൊന്ന് പറഞ്ഞു തന്നാൽ കൊള്ളാർന്ന്. നിങ്ങൾ മിക്കവാറും ഈ വീഡിയോ കാണുന്നുണ്ടാവും എന്ന് എനിക്കറിയാം, അതുകൊണ്ട് തന്നെയാണ് നിങ്ങളോട് പറയുന്നത്. നിങ്ങൾ എന്തെന്നും പറഞ്ഞാണ് കോടതിയിലേക്ക് പോകാൻ പോണതെന്നും കൂടെ ഒന്ന് പറയണം. നിങ്ങൾക്ക് പറയുന്നത് മനസ്സിലാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിന് മര്യാദക്ക് മറുപടി തരണം. ഓക്കെ. പിന്നെ അപ്പൊ ഞാൻ എന്നോട് റിപ്ലൈ കൊടുത്തതെന്ന് പറഞ്ഞാൽ, താങ്കൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഒരാളെ പറ്റി തോന്നിവാസം എഴുതി പിടിപ്പിച്ചത്? പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ എവിടെയും താങ്കളെ മോശമായി ഒന്നും പറഞ്ഞിട്ടില്ല. അതെ, ഞാൻ അവരെ മോശമായിട്ടോ അല്ലെങ്കിൽ അവരെ തെറി വിളിക്കുന്ന രീതിക്കോ അല്ലെങ്കിൽ അവരെ അത്രയും ഇതായിട്ടോ ഞാനൊന്നും പറഞ്ഞിട്ടില്ല. നിങ്ങൾ പറഞ്ഞതിൻ്റെ ഒരു 100-1 പോലും ഞാൻ പറഞ്ഞിട്ടില്ല എൻ്റെ വീഡിയോനകത്ത്. നിങ്ങൾ എന്തെന്നൊക്കെയാണ് അവരെ പറ്റിയൊക്കെ പറഞ്ഞത്. ഇപ്പൊ ഡാനിഷ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ അവരെ പറ്റിയാണെങ്കിലും ഈ ദീപ്തി സീതത്തോടിനെ പറ്റിയാണെങ്കിലും അല്ലെങ്കിൽ ഇപ്പൊ മിക്കവരുടെ അടിയിൽ കാണാൻ പറ്റും നിങ്ങളുടെ കമന്റ്. അപ്പൊ നിങ്ങൾ എന്തൊക്കെയാണ്, നിങ്ങൾക്ക് വായ തോന്നി എന്തും വിളിച്ച് പറയാം. നമുക്ക് നിങ്ങളെ കമന്റ് കണ്ടിട്ട് നമ്മുടെ അഭിപ്രായം നമുക്ക് പറഞ്ഞുകൂടാ. അപ്പൊ നിങ്ങൾ കേസ് കൊടുക്കുമല്ലേ? നിങ്ങൾ എന്താണ് പറയുന്നത്? നിങ്ങൾ ചെയ്യുന്നത് എന്താണ്, നിങ്ങൾ പറയുന്നത് എന്താണ്? നിങ്ങൾക്ക് അതിനകത്തൊരു ബോധം വേണം. നിങ്ങൾ ചെയ്യുന്നത് എന്താണോ അപ്പൊ അത് കാണുന്നവര് റിയാക്ട് ചെയ്യും. നിങ്ങൾ പബ്ലിക്കായിട്ടൊരു സാധനം ഇടുമ്പോഴത്തേക്കും അത് കാണുന്നവര് റിയാക്ട് ചെയ്യും. പിന്നെ ഒരാളെ പറ്റി ഇമാതിരി വർത്താനമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ മിണ്ടാണ്ടിരിക്കണതാണ്. ഇപ്പൊ ദീപ്തി അവരാണെങ്കിലും അവർ പറഞ്ഞതിനകത്ത് എനിക്ക് അങ്ങനെ ഭയങ്കര തെറ്റുള്ളതായിട്ടൊന്നും എനിക്ക് തോന്നുന്നില്ല. കാര്യം നിങ്ങളിപ്പോ ഒരു അക്കൗണ്ടിന്റെ മറവിനകത്ത് ഇപ്പൊ ഒരു മാസ്ക് ഇട്ടിട്ട് നിങ്ങൾ ഇരുന്നിട്ട് ഒരു കാര്യങ്ങൾ പറയണേണ്. അവരങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ നിങ്ങൾ വന്ന് വിളിച്ച് പറയണേണ്. അപ്പൊ അവര് നിങ്ങളുടെ ഫേസ് അങ്ങ് പൊളിച്ച്, നിങ്ങളുടെ മാസ്ക് ആണ് പൊളിച്ച് നിങ്ങളുടെ ഫേസ് നാട്ടുകാരെ കാണിച്ചു കൊടുത്തു. അതിലിപ്പോ എന്താണ് തെറ്റ് നിങ്ങൾക്ക്? അപ്പൊ അങ്ങനെ പറയാൻ പറ്റുന്ന, അത് ഒളിച്ചിരുന്ന് പറയാൻ പറ്റുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പുറത്ത് വന്നിരുന്നും പറയാനായിട്ടുള്ള ആ ഒരു ഇത് വേണം. അപ്പൊ ഇനി അതിനൊരു റിപ്ലൈ ആയിട്ട് ഞാനിട്ട ആ ഒരു കമന്റിന് റിപ്ലൈ ആയിട്ട് ഇവരൊരു കമന്റ് ഇട്ടിട്ടുണ്ട്. അപ്പൊ എന്ന് പറഞ്ഞാൽ, ഞാൻ പലർക്കും വേണ്ടി പല ജോലികളും ചെയ്യാറുണ്ട്, അതിൽ ഒരു ജോലി മാത്രമായിരുന്നു അത്. പക്ഷെ ഞാൻ നിങ്ങളുമായി ബന്ധപ്പെട്ട യാതൊരു കാര്യങ്ങളും ചെയ്യുവാനോ ആഗ്രഹിക്കുന്നില്ല. അതിനാൽ നിങ്ങളുടെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയുക എന്ന് പറഞ്ഞിട്ട്, അതായത് എന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണം. അപ്പൊ ഇവരെന്തോ ജോലി ചെയ്യണ്ടെന്നൊക്കെയാണ് പറയുന്നത്. അതായത് ഞാൻ പല ജോലികളും ചെയ്തിട്ടുണ്ട്, അപ്പൊ അതേപോലെ ഒരു ജോലിയായിരുന്നു ഇത്. അപ്പൊ ഇവരെന്തോ കൊട്ടേഷൻ ടീമാണെന്നാണ് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു ടീം പറയണാണ്, ദീപ്തി സീതത്തോടിന്റെ അടിയിൽ ചെന്നിട്ടൊരു കമന്റ് ഇടണം, ഡാനിഷ് ഡേയ്സിന്റെ അടിയിൽ ചെന്നിട്ടൊരു കമന്റ് ഇടണം, മറ്റവരുടെ അടിയിൽ ചെന്നിട്ടൊരു കമന്റ് ഇടണം എന്നൊക്കെ ആരെങ്കിലും നിങ്ങൾ പറഞ്ഞ് ഏൽപ്പിക്കണാണ്. നിങ്ങൾ ജോലിയാണെന്നാണല്ലോ പറയണം. അപ്പൊ അതിന് നിങ്ങൾക്ക് കൂലി കിട്ടുന്നുണ്ടാവല്ലേ? എനിക്ക് അറിഞ്ഞുകൂടാട്ടാ, അവര് തന്നെ പറഞ്ഞാണ്. അല്ലാണ്ട് ഞാൻ എവിടെയും പറഞ്ഞതൊന്നും ഞാൻ
ഉണ്ടാക്കി പറയുന്നൊന്നല്ല, നിങ്ങൾ പറയുന്ന കാര്യമാണിത്. നിങ്ങൾ എന്തോ ജോലിയാണെന്നൊക്കെയാണ് പറയുന്നത്. ഇതൊക്കെയാണ് ജോലി. പലതരത്തിലുള്ള ജോലി കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ജോലിയൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. ഒരാളിങ്ങനെ ഇല്ലാത്തത് പറഞ്ഞിട്ട് അതുവഴി ജീവിക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അപ്പൊ ഈ പുതിയ തരത്തിലുള്ള ജോലികളൊക്കെ കേട്ടാ ഇപ്പൊ എന്ത് ചെയ്യാനല്ലേ, പുതിയ പുതിയ ഓരോ തലമുറകളുടെ ഓരോ എനിക്കറിഞ്ഞൂടാ. അപ്പൊ എന്താണെങ്കിലും ഇവരെന്താണ് ഇതിൽ കൊണ്ട് ഉദ്ദേശിക്കണത്? അപ്പൊ ഞാനുമായിട്ട് പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കാൻ താല്പര്യമില്ല. അതുകൊണ്ട് എന്റെ വീഡിയോ ഡിലീറ്റ് ചെയ്ത് കളയണമെന്ന്. എന്റെ ചാനൽ എന്ന് പറഞ്ഞാൽ അതൊരു റിയാക്ഷൻ ചാനലാണ്. അതുകൊണ്ട് ഇവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ ഇങ്ങനത്തെ വീഡിയോസ് ആണ് ഇടുന്നത്. അപ്പൊ നിങ്ങൾ ഇപ്പൊ ഇവര് എന്റെ അടിയിൽ ഇതിന് മുന്നേ കമന്റ് ഇട്ടിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോ ദീപ്തി സീതത്തോട് റിലേറ്റഡ് ആയിട്ടും ഇനി മുന്നേ വീഡിയോ ചെയ്തപ്പോഴും അതിന്റെ അടിയിലും ഇവരെ കമന്റ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇവര് ആദ്യമായിട്ടൊന്നല്ല ഈ ഒരു പണി തന്നെ. ഇപ്പോൾ ഒരാളെ പറ്റിയിട്ട് എന്തെങ്കിലും അയാളോട് വിരോധമോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അയാളെ പറ്റിയിട്ട് ആരൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാം അടിയിൽ ചെന്നിട്ട് ഇവര് ഈ കമന്റ് കാണാൻ പറ്റും നമുക്ക്. അപ്പൊ അവരുടെ ഫേസ് ഒന്നും ഞാൻ ഇനി ഇവിടെ രണ്ടാമത് വെക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. അപ്പൊ എന്താണെങ്കിലും ഇപ്പൊ ദീപ്തിയുടെ ആ ഒരു വീഡിയോനകത്താണെങ്കിലും അവർ ക്ലിയർ ആയിട്ട് ഇവരുടെ ഫേസ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പൊ എന്തെങ്കിലും വിഷയമായിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ മെയിനായിട്ട് ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവരുടെ പേരിലല്ല നിങ്ങൾ പോകേണ്ടത്. നിങ്ങളുടെ ഫേസ് അവരാണ് കാണിച്ചത്. അപ്പൊ ആരാണോ കാണിച്ചത് അവർക്ക് അവരുടെ അടുത്ത് നിങ്ങൾക്ക് കോണ്ടാക്ട് ചെയ്യാം. അവരെ കോണ്ടാക്ട് ചെയ്തിട്ട് പറയാം എന്റെ ഫേസ് ഇങ്ങനെ ഇടാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് അവരെ കോണ്ടാക്ട് ചെയ്ത് പറയാം. അല്ലാണ്ട് നിങ്ങൾ ഈ റിയാക്ഷൻ വീഡിയോ ഇടുന്നവർക്കെതിരെയാണ് ഇവർ വരുന്നത്. അപ്പൊ ഇതിന്റെ ഒന്നും ലോജിക്ക് എനിക്ക് തീരെ മനസ്സിലാവുന്ന കാര്യമല്ല. പിന്നെ ഇവര് മെയിനായിട്ടും പറയുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഈ കാണുന്നവർക്ക് ഒന്നും പറയാൻ പാടില്ല. കാണുന്നവർ പറഞ്ഞു കഴിഞ്ഞാൽ അവരാണ് കുറ്റക്കാര്. ഇപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ട് ഞാനാണ് കുറ്റക്കാരെന്നുള്ള രീതിയാണ് ഇവർ സംസാരിക്കുന്നത്. എനിക്ക് ഇവരുടെ എന്താണ് ഇവർ ഉദ്ദേശിക്കണമെന്നോ ഒന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾക്ക് എന്തും പറയാല്ലേ, ഒരാളെ പറ്റി ഇല്ലാത്ത എന്തൊരു കാര്യവും നിങ്ങൾക്ക് പറയാം. പിന്നെ ഈ ദീപ്തി സീതത്തോട് ഇട്ട വീഡിയോ അല്ലാണ്ട് ഇവരെ പറ്റിയിട്ട് എന്താണ് എനിക്കറിയാവുന്നതെന്ന് അവർ ചോദിച്ചു. അപ്പൊ എനിക്ക് ഇവരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ദീപ്തി സീതത്തോട് ഇട്ട വീഡിയോ, അതേപോലെ ഇപ്പൊ ഈ ഡാനീസ് ഡേയ്സ് ഇട്ട വീഡിയോ, അതേപോലെ ഇഷ്ടംപോലെ ആൾക്കാരുടെ ഇടുന്ന വീഡിയോകൾ ആ ഒരു വീഡിയോ കണ്ടിട്ട് തന്നെയാണ് നിങ്ങൾ അതിൻ്റെ അടിയിൽ ചെന്ന് കമന്റ് ഇടുന്നത്. അല്ലാണ്ട് നിങ്ങൾക്ക് അവരെ പേഴ്സണലായിട്ട് അറിയില്ല. ഓക്കെ, പേഴ്സണലായിട്ട് അറിയില്ല. അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കുന്നത്, അവരെന്താണ് ഈ ക്യാമറയുടെ പുറകിൽ, അതൊന്നും നിങ്ങൾക്ക് അറിയില്ല. അവർ ക്യാമറയുടെ മുമ്പിൽ വന്നിട്ട് പറയണ മാത്രമേ നിങ്ങൾക്കും അറിയുള്ളൂ. അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾക്ക് അവരുടെ ലൈഫിനകത്ത് കയറി നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. എന്നാൽ നിങ്ങൾ ചെയ്ത ഒരു കാര്യത്തിനെ പറ്റിയിട്ടാണ് ഇവിടെ പറയുന്നത്. അതിൽ നിങ്ങൾക്ക് ഭയങ്കര വിഷയമല്ലേ? അപ്പൊ നിങ്ങൾ പറയണതും നിങ്ങൾ ചെയ്യണതും തമ്മിൽ അജഗജാന്തര വ്യത്യാസങ്ങളാണുള്ളത്. അപ്പൊ നിങ്ങൾ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിരുന്നാൽ വളരെ നല്ലതായിരിക്കും എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. അപ്പൊ ഇത്രയാണ് നമ്മുടെ റാണി ചേച്ചിയുടെ ഓരോരോ കമന്റുകളും. അപ്പൊ ഇതിന് ചിലപ്പോൾ തുടർന്ന് പോവുക തന്നെ ചെയ്യായിരിക്കാം. എനിക്ക് എന്തായാലും അതിനെപ്പറ്റി കൂടുതൽ പറയാനായിട്ട് എനിക്ക് താല്പര്യമില്ല. ഇവര് പിന്നെ എന്താണ് ഇത് ചിന്തിക്കാത്തതെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ട്. അതായത് ഇവര് ഇപ്പൊ ഈ ഒരു കമന്റ് പറയുമ്പോഴത്തേക്കും ഈ കമന്റ് കേൾക്കുന്നവരുടെ ഒരു മെന്റാലിറ്റി എന്തായിരിക്കും എന്നതും കൂടെ നിങ്ങളൊന്ന് ചിന്തിച്ചുകൂടെ നിങ്ങൾക്ക്? കാര്യം നിങ്ങളെ പറ്റിയിട്ട് ഇപ്പൊ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോഴത്തേക്കും നിങ്ങൾ ചെയ്തതിനാണ് പറയുന്നത്, അല്ലാണ്ട് ഇവിടെ വേറെ ആരും ഒന്നും പറയുന്നില്ല. നിങ്ങൾ ചെയ്തതിന് മാന്യമായിട്ട് തന്നെയാണ് എല്ലാവരും പറയുന്നത്. അപ്പൊ നിങ്ങൾ പറഞ്ഞ അത്രയും ഇതായിട്ടൊന്നും ആരും ഇവിടെ പറയുന്നില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരു നിങ്ങളൊന്ന് ചിന്തിക്കണം. നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് ബാക്കിയുള്ളവരെ പറയണത്. അത് പറയുമ്പോഴത്തേക്ക് അവർക്ക് എന്തായിരിക്കും ഫീൽ ചെയ്യുക? ഇതൊക്കെ നിങ്ങളൊന്ന് ചിന്തിച്ചിട്ട് വേണം നിങ്ങളൊക്കെ ഇതിന്റെ അടിയിൽ നിന്ന് കമന്റ് ഇടാൻ. ഇപ്പൊ ഞാൻ വേറൊരു കമന്റ് ഇവരുടെ കണ്ടു, ഒരു എസ്സേ പോലെയൊക്കെ എഴുതി പിടിപ്പിച്ചേക്കൊണ്ടൊരു കമന്റ് ഞാൻ ഇവിടെ സൈഡിനകത്ത് വെക്കുക. ഇത്രയൊക്കെ എഴുതി പിടിപ്പിക്കാനായിട്ട് ഇത് മാത്രം സമയം നിങ്ങൾക്ക് എവിടെ നിന്നാണ് എനിക്ക് മനസ്സിലാവുള്ള കാര്യം? ഇത്രയും ഇങ്ങനെ കുത്തിയിരുന്നങ്ങ് എഴുതണേണ്. അപ്പൊ ഇമാതിരിയൊക്കെ എഴുതി പിടിപ്പിക്കാൻ ഞാനൊക്കെ ഒരു ഇത്തിരി എഴുതിയത് തന്നെ ഞാൻ മടുക്കും. കമന്റ് ഒക്കെ ആണെങ്കിൽ ഞാൻ അധികം കമന്റിനകത്തൊന്നും അധികം ടൈം ഇൻവെസ്റ്റ് ചെയ്യാറില്ല. അപ്പൊ ഇവരൊക്കെ എന്തോരൊക്കെയാണ് ഇത് കുത്തിയിരുന്ന് എഴുതണത്. അപ്പൊ ഇങ്ങനെയൊക്കെ എഴുതണമെന്നുണ്ടെങ്കിൽ അത് ഒരു പ്രത്യേക ഒരു മെന്റാലിറ്റി ആയിരിക്കും എന്ന് മാത്രമേ എനിക്ക് അതിന് പറയാനുള്ളൂ. അപ്പൊ എന്താണ് അത് കണ്ടിട്ട് നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ കണ്ടിട്ട്. അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടല്ല സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പൊ എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കണ്ടിട്ട്